അങ്ങനെ ടെർബോ എന്ന് പറഞ്ഞ മൂവി റിലീസായിരിക്കുകയാണ്. ഭ്രമയുഗത്തിൻ കാതലിനൊക്കെ ശേഷം മമ്മൂക്കയുടെ ഒരു മാസ് മസാല പടം. അതാണ് ഈ ഒരു ടെർബോ എന്ന് പറഞ്ഞ സിനിമ. ആ ഒരു ഭ്രമയുഗം കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്കൊരു പ്രസ് കോൺഫറൻസ് വെച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായി ഒരു ഇടി ഓടിയിട്ട് പടം തരാമെന്ന്. അതുപോലെ തന്നെയുള്ളൊരു പടം, ഗംഭീര ഒരു കൊമേഴ്ഷ്യൽ സിനിമ. എനിക്കിതിൽ ആദ്യം പറയേണ്ടത് ഇതിൽ മിഥുൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റാണ്. കാരണം ഇത്രയും വീക്ക് സ്ക്രിപ്റ്റ് മിഥുൻ ഞാൻ വേറെ ചെയ്ത് കണ്ടിട്ടില്ല. അത്രയും ആൾ ചെയ്തതിൽ ഏറ്റവും മോശം സ്ക്രിപ്റ്റുകളൊന്നാണ്. പക്ഷെ ആ സ്ക്രിപ്റ്റിനെ അതിൻ്റെ പോരായ്മനെ എടുത്ത് കാണിക്കാത്ത രീതിയിൽ വൈശാഖിനെ ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചത് അതതിൻ്റെ ബ്രില്യൻ്റ് ആണ്. കാരണം ഈ സിനിമ ഇത്രയും മോശം സ്ക്രിപ്റ്റാണ്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടാൽ തോന്നുന്നു ഇത് എന്തോന്ന് കഥ എന്ന് തോന്നുന്നു. അത്രയും മോശം സ്ക്രിപ്റ്റിനെ വൈശാഖ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ടറിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടി അങ്ങനെ കാസ്റ്റിങ്ങും പിന്നെ മ്യൂസിക്കും. അതായത് ജയിലർ സിനിമയുടെ ഇത് പറയില്ലേ, ആ ജയിലർ സിനിമയുടെ സക്സസിന് മെയിൻ റീസൺ എന്താ? ഒന്ന് മ്യൂസിക്കും ഒന്ന് ഡയറക്ഷനാണ്, വേറെ ഒന്നുമില്ല. എന്താ ചെറിയൊരു കഥ അല്ലേ? അതുപോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഒരു വളരെ മോശമാണ് ഇത് സ്ക്രിപ്റ്റ്, പക്ഷെ ഡയറക്ഷൻ ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഞാൻ ഇതുവരെ വൈശാഖിനെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലൻ ഡയറക്ഷനാണ്. ഇതിൽ മമ്മൂട്ടിയുടെ മീൻസ് വൈശാഖിൻ്റെ പടങ്ങളൊക്കെ അറിയാലോ, ഗംഭീര ഇൻട്രോകളായിരിക്കും നായകന് കൊടുക്കുക. പക്ഷെ ഇതിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇൻട്രോ അങ്ങനെയൊന്നുമില്ല. ഒരു നോർമൽ ഒരു ആളുടെ ക്യാരക്ടർ എന്താണ് അത് ഷോ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ ഇൻട്രോ കൊടുത്തത്. പക്ഷെ ആ ഒരു ഇൻട്രോ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സീക്വൻസ് ഉണ്ട്, പള്ളിപ്പെരുന്നാൾ അടി, അത് ഒരു രക്ഷയില്ല. ക്രിസ്റ്റോൻ്റെ മ്യൂസിക് അവിടെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് അവിടെ തൊട്ട് പിന്നെ ക്രിസ്റ്റോ അങ്ങോട്ട് പിടിച്ച് വരും. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോണ്ടല്ലോ തീയാണ്. കാരണം ഇനി സുഷിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് കത്താൻ പോകുന്ന മോളിവുഡിലെ നെക്സ്റ്റ് ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കും ക്രിസ്റ്റോ സേവ്യർ. ആള് ഓരോ വെറുപ്പിക്കാത്ത, അതായത് എഡിറ്ററും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ ഒരേ ബീജിയം അല്ലെങ്കിൽ ഒരേ മ്യൂസിക് തന്നെ എല്ലായിടത്തും കൊണ്ട് പ്ലേസ് ചെയ്തിട്ടില്ല. നീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അവർ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞ് ഡയറക്ഷൻ ഞാൻ പറയുന്നത് എനിക്ക് വൈശാഖിനെ എടുത്ത് പറയാതെ വയ്യ. കാരണം വൈശാഖ് ഇത് എടുത്തോണ്ടാണ് ഇത്രയും കാണാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഓഡിയൻസ് ഇപ്പോൾ മിക്ക ആൾക്കാരും നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ പടം എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ കഥ കൊള്ളില്ല എന്ന് പറയും. കാരണം അത്രയും മോശം സ്ക്രിപ്റ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും മമ്മൂക്കയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും പിന്നെ മറ്റ് അവരൊക്കെ ഉള്ളത് കാരണമാണ് ഈ ഒരു സിനിമ ഇങ്ങനെ ഓണായി നിന്നത്. പിന്നെ വേറെ എടുത്ത് പറയേണ്ട കാര്യം, മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റാണ് ഈ ഒരു സിനിമയിൽ മമ്മൂക്ക ചെയ്തിരിക്കുന്നത്. അതും 72ാമത്തെ വയസ്സിൽ. ആ മനുഷ്യൻ ഈ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ ഉണ്ടല്ലോ, ക്ലൈമാക്സിലെ ഓരോ സീനൊക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ മനുഷ്യന് 70ലാണ് ഇപ്പോഴും. ഭയങ്കര ഇങ്ങനെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ. അത്രയും ഫൈറ്റെല്ലാം കിടിലനായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ സർപ്രൈസസ് ഉണ്ട്. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് കിടലായിരിക്കും. നിങ്ങൾ ടെർബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർബോയിൽ തീരുന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്നും പറയില്ല, അതൊക്കെ മേലാണ് സംഭവങ്ങൾ. കാരണം കുറേ സംഭവങ്ങളുണ്ട്, കുറേ നിങ്ങൾക്ക് സർപ്രൈസസ് ഉണ്ട്. എന്തായാലും അതൊക്കെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ ശരിക്കും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി രീതിയിൽ ജസ്റ്റ് ആ ജോസ് എന്താണ് ആളുടെ ഒരു പശ്ചാത്തലമൊക്കെ പറഞ്ഞു പോകണം. ഇൻട്രോയിൽ തൊട്ടാണ് പിന്നെ അങ്ങോട്ട് കഥകൾക്ക് വരുന്നത്. സെക്കൻഡ് ഹാഫൊക്കെ സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 70% ഫൈറ്റ് അങ്ങനത്തെ ഒരു രീതിയിലാണ്. പിന്നെ ഇതൊരു ഗംഭീര കാർ ചേസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ മമ്മൂട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഡ്രൈവിങ്. അതിൽ ഡ്യൂപ്പിനെ വെക്കാതെ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞത്. അത് ഗംഭീരമാണ്. പ്രത്യേകിച്ച് ഇതിലൊരു കാറ് ആ ഒരു ചേസിൻ്റെ ഇടയിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യുന്നൊരു സീനുണ്ട്. അത് ക്യാമറ വർക്കും എല്ലാം കിടിലനാണ്. അതായത് ആ ചെന്നൈയിലാണ് ഈ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ചെന്നൈ ബേസ് നടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറെ സംഭവം, രാജ്ബി ഷെട്ടി എന്ന് പറഞ്ഞ ആ ഒരു വില്ലൻ. കാരണം വൈശാഖ് ഇതുവരെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും കിടിലൻ വില്ലനാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ ഫൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും മമ്മൂക്കിയുടെ ഒപ്പിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബെസ്റ്റ്, അതായത് ഹീറോക്ക് പറ്റിയ വില്ലൻ അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് രാജ്ബി ഷെട്ടി മമ്മൂട്ടി കോംബോ വന്നിരിക്കുന്നത്. പിന്നെ അഞ്ജന ജയപ്രകാശ് ആണെങ്കിലും ഒരു ക്യാരക്ടറിന് ആൾക്ക് വേണ്ട രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എൻ്റർടൈനർ മൂവി, അത്ര ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ ബേസ് ചെയ്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സാറ്റിസ്ഫൈഡ് അതായത് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഇതായിരുന്നു. എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്ത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വീക്ക്നെസ് ഉണ്ട്. അതായത് സ്ക്രിപ്റ്റ് വീക്കാണ്, അതുപോലെ തന്നെ കഥയിലൊന്നും ഒന്നുമില്ല, ജസ്റ്റ് ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും. പക്ഷേ ആ ഒരു പേര് പോലെ തന്നെ, അതായത് ഓരോ സീനിൽ അവൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ അടിപ്പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുന്നതല്ല, പക്ഷേ സിറ്റുവേഷൻ വെച്ച് അടി വരണതാണ്. പക്ഷെ അടിയൊക്കെ നല്ല അടിയാണ് അടിക്കുന്നത്, അങ്ങനത്തെ പടം. സോ
മസ്റ്റ് തിയേറ്ററിൽ വാച്ച് ചെയ്യണം. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്ത പുള്ളിനെ എനിക്ക് എടുത്ത് പറയുന്നത് ക്രിസ്റ്റോ ആണെന്ന് എനിക്കറിയില്ല. ഡിസൈൻ ചെയ്ത ആളാണെങ്കിലും കിടിലനായിട്ട് BGM പ്ലേസ് ചെയ്ത് മിക്സൊക്കെ ഡോൾബി അറ്റ്മോസ് മിക്സൊക്കെ കിടിലനാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ്ങും പ്രത്യേകിച്ച് ആ പള്ളിപ്പെരുന്നാളടിക്കുള്ള ലൈറ്റിങ്ങും പിന്നെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോഴുള്ള ആ ലൈറ്റിംഗ് ഉണ്ട് അത്രയും ഗംഭീരമായിട്ട്. ഇതിൻ്റെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്, ഒന്നും പറയാനില്ല ഈ സിനിമയിൽ. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമയാണ്, 31 കോടി സംതിങ് എത്രയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. അതിനുള്ള സംഭവം ഉണ്ട്. എന്തായാലും സിനിമ പോയി തിയേറ്ററിൽ തന്നെ കാണണം. OTTക്ക് ഒന്നും വെച്ച് ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല, കാരണം പ്ലോട്ട് വൈസ് ഒന്നുമില്ല, അത് എക്സ്പീരിയൻസ് ആണ്, എൻ്റർടൈനറാണ്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ വിശേഷമായിട്ട് വരാം. അപ്പോൾ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കണ്ടെടുത്ത് തോന്നിയത് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.